ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനകത്ത് നേരിട്ട് പങ്കെടുത്തവരെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. അതിജീവിത ഇപ്പോഴും പറയുന്നു ഗൂഢാലോചനയുണ്ട്. കേരള സമൂഹത്തിനും അക്കാര്യത്തിൽ അവരുടെ ഒരു മനസാക്ഷിയിലൊരു തോന്നലുണ്ട്. കാരണം ഇതുപോലൊരു കൊട്ടേഷൻ ഒക്കെ കൊടുത്ത് ഒരു വലിയ ക്രിമിനൽ സംഭവം നടന്നിരിക്കുന്നു. കൊട്ടേഷനാണെന്ന് അതിജീവിത പറയുന്നു. അപ്പോൾ ആ ഗൂഢാലോചന തെളിയണം. ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഗൂഢാലോചനയാണെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിനും പോലീസിനും കോടതിക്ക് പോലും അതിനകത്ത് കടമയുണ്ട്. കാരണം നമ്മളൊക്കെ പറയുന്നത് നമ്മൾ സ്ത്രീപക്ഷ നിലപാടുള്ളവരാണെന്നാണ്. അപ്പോൾ ആ നിലപാടുള്ളവർ വേറെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? ഏതായാലും 2-3 ഡ്രൈവർമാർ കൂടിച്ചേർന്ന് അങ്ങനെ ഇതുപോലൊരു ആക്ട്രസിനെ വളഞ്ഞിട്ട് ആക്രമിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകാന്നൊക്കെ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ പോലും ലോകത്ത് പോലും ഇല്ലാത്തൊരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസാക്ഷി അതിജീവിതയുടെ കൂടാണ്. അപ്പോൾ ഇതിന്റെ ഗൂഢാലോചനയുണ്ടെങ്കിൽ സർക്കാർ തെളിയിക്കട്ടെ. കോടതി തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോട്ടെ.